സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, നാം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. 2 കൊറിന്ത്യർ 2:11. സാത്താൻ വിശ്വാസിയെ, സഭയെ തോൽപ്പിക്കരുത്. എങ്ങനെയാ തോൽപ്പിക്കുന്നത്? തന്ത്രങ്ങളാൽ. അവൻ ദേഹരൂപത്തിൽ വന്ന് നമ്മൾ ഇടിച്ചു താഴെയിടുകയോ ഉപദ്രവിക്കുകയോ ചെയ്യത്തില്ല. കർത്താവ് അതിന് അനുവദിക്കത്തുമില്ല. പക്ഷേ അവൻ തന്ത്രങ്ങൾ കൊണ്ടുവരും, ഉപായങ്ങൾ കൊണ്ടുവരും. ആദ്യ പാപം സംഭവിച്ചത്, മനുഷ്യന്റെ വീഴ്ച സംഭവിച്ചത് അവന്റെ ഉപായത്തിൽ മനുഷ്യൻ വീണതുകൊണ്ടാണ്. ഒടുക്കത്തെ ആദാമായ യേശുവിൻ്റെ അടുക്കെ അതുപോലെ വന്നു, പക്ഷെ യേശു ജയിച്ചു. ഇനി വെളിപ്പാട് പുസ്തകം പെർഗമോസിലെ സഭയ്ക്ക് എഴുതുന്ന ദൂത് വായിച്ചാൽ നമുക്കറിയാം, ഇവനെ ജയിക്കാൻ ഒറ്റ കരിയേ ഉള്ളൂ, വചനം. അപ്പോൾ ഇവന്റെ തന്ത്രം എന്തായിരിക്കും? ഉപദേശം. ഇതാണ് പ്രധാന കാര്യം. അവൻ നിങ്ങളെ ചതിക്കാൻ നോക്കുന്നത് ഉപദേശത്തിലാണ്. നിങ്ങൾ ജയിക്കേണ്ടത് വചനത്തിലാണ്. അതുകൊണ്ടാണ് അവർക്ക് എഴുതുമ്പോൾ പറയുന്നത്, ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. കണ്ട, സാത്താന്റെ സിംഹാസനമുള്ളിടം നിന്റെ സ്ഥലം. പിന്നെ നിനക്ക് അവിടെ ഒരു പോരായ്മ ഉള്ളത്, ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ. കണ്ടോ, യേശുവിൻ്റെക്ക് വന്നത് ഉപദേശം കൊണ്ടാണ്. ആദാമിൻ്റെക്ക് വന്നത്, ഹവ്വയുടെക്ക് വന്നത് ഉപദേശം കൊണ്ടാണ്. ഈ അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന നമ്മുടെയും വരുന്നത് ദുരുപദേശം കൊണ്ടാണ്. വെളിച്ചദൂതന്റെ വേഷത്തിലാണ് അവൻ വരുന്നത്, പ്രവാചകന്റെ വേഷത്തിൽ വരും, ഉപദേശിയുടെ വേഷത്തിൽ വരും. ഒറിജിനലുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റുമായിട്ടാണ് ഇവൻ വരുന്നത്. നമ്മൾ കർത്താവുമായിട്ട് ബന്ധത്തിലല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം, ഈ വക കാര്യങ്ങളിൽ ദൈവഹിതപ്രകാരമല്ല നമ്മൾ പോകുന്നതിൽ എങ്കിൽ നമ്മൾ ചതിക്കപ്പെടും. സഭായോഗങ്ങളിൽ താല്പര്യമില്ലാതിരിക്കുക, സഭയുമായിട്ട് ബന്ധമില്ലാതിരിക്കുക, വീഴാൻ സാധ്യത കൂടുതലാണ്. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. ഒറ്റയ്ക്ക് നടക്കരുത്, അവന് എളുപ്പമാണ് നിങ്ങളെ കീഴടക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനാ സഹകാരികളുമായിട്ട് കൂട്ടുകെട്ടുള്ളത്, ബന്ധം പുലർത്തുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, സാത്താന്റെ ഉപായത്തിൽ വീണ് പോയവരോട് ദയ കാണിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. യേശുവിന്റെ കാര്യം തന്നെ നമുക്ക് നോക്കാം. യേശുവിൻ്റെക്ക് വരുമ്പോൾ സിമ്പിളായിട്ട് നമ്മളൊന്ന് ധ്യാനിച്ചാൽ, ഒന്ന് ഭൗതിക മണ്ഡലത്തിൽ വിശപ്പ് വന്നപ്പോൾ അവനൊരു ആലോചന പറഞ്ഞു. ഇപ്പം ജോലി പോകുമ്പോൾ, ഉപജീവനത്തിന് മുട്ടുവരുമ്പോൾ ആലോചനയായിട്ട് ഇവൻ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ നീഡ്സിന് ഇവൻ ആലോചന കൊണ്ടുവരും. അതെവിടെയാണ്? മരുഭൂമിയിലാണ്. അപ്പോൾ ഇല്ലായ്മയുടെ സമയത്ത് ഇവൻ നമ്മൾ ചതിക്കാൻ വരും. കണ്ടോ, ഇല്ലായ്മയുടെ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കരുത്. പിശാചിൻ്റെയൊന്നും മേടിക്കരുത്. അത് ഭക്ഷണമായിരിക്കത്തില്ല, വിഷമായിരിക്കും. നമ്മൾ അറിയത്തില്ല. നമ്മുടെ മനസ്സിനെ തകർക്കും, കുടുംബത്തെ തകർക്കും. നന്മയായിട്ട് തോന്നും, പക്ഷെ ചതിയായിരിക്കും. അടുത്ത പള്ളിയാണ്. പള്ളിയിൽ എന്താണ്? പരീക്ഷയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷയാണ്. അതിനെന്ത് ചെയ്യണം? ഇവൻ അത്ഭുതം, അടയാളം ചോദിക്കാൻ ഇവൻ പ്രയത്നിക്കും. യേശു പരിജ്ഞാനത്തിന്റെ വചനത്താലാണ് ജയിച്ചത്. കാരണം അവൻ വചനവുമായിട്ടാണ് വന്നത്. അപ്പോൾ യേശു പരിജ്ഞാനത്തിന്റെ വചനം കൊണ്ട് ജയിച്ചു. മൂന്നാമത്തെ മണ്ഡലം ഏതാണ്? മലയുടെ മുകളാണ്. മലയുടെ മുകൾ എന്തിനുള്ളതാണ്? അവിടെ നിന്നിട്ട് ലോകം കാണിക്കുക. എന്നിട്ട് പറയുകയാണ്, എന്നെ നമസ്കരിച്ചാൽ എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിലൊന്ന് മുട്ടുകുത്തിയാൽ ഒറ്റ കുഞ്ഞറിയത്തില്ല, ഈ കാര്യങ്ങളെല്ലാം കിട്ടും, സുഖമായിട്ട് ജീവിക്കാം. യേശുവിനെ മറുപടി ശ്രദ്ധിച്ചില്ലേ? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, സാത്താനെ എന്നെ വിട്ടുപോ. അവിടെ എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ്, നീ എനിക്ക് തരാമെന്ന് പറയുമ്പോൾ ആ നിന്നെ പോകുമെന്ന് പറയാനുള്ള അധികാരം എനിക്ക് ദൈവം തന്നിരിക്കുകയാണ്. ആരാധനയിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ദൈവം നമ്മുടെ ദൈവമാകും, സാത്താൻ നമ്മുടെ കീഴിലാകും. സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ നമ്മുടെ കാൽ കീഴെ വേഗത്തിൽ ചതച്ച് കളയും. ഇനി ഇവന്റെ പൊതുവായ കുറെ ടാക്ടിക്സ് നമ്മൾ നോക്കിയാൽ, നയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ഇവന്റെ ആദ്യത്തെ രീതി. അതിൽ നമ്മൾ വീണില്ലെങ്കിൽ പേടിപ്പിക്കും, ഭീഷണി കൊണ്ടുവരും, പിന്നെ ആക്രമിക്കും. ഉൽപ്പത്തിയിൽ നയത്തിലാണ് വന്നത്. കുശലം ചോദിക്കുന്നു, വർത്തമാനം പറയുന്നു, ദുരുപദേശം ഇഞ്ചക്ട് ചെയ്യുന്നു, അതവരെ തകർക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു പരീക്ഷ ദൈവം അനുവദിച്ചാൽ പോം വഴി ഇല്ലേ? പരീക്ഷയോടുകൂടെ പോം വഴി തരുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ പോം വഴി ഉണ്ടായിരുന്നു. പരീക്ഷക്ക് വന്ന ആ പുള്ളിക്കാരൻ പാമ്പായിരുന്നു, അവൻ ഉപായിയായിരുന്നു. എല്ലാ കാട്ടുജന്തുക്കൾക്കും പേരിട്ട പുള്ളി ആദാമായിരുന്നു. ആ പേര് എന്തുകൊണ്ടിട്ടെന്നും എന്ത് പേരാണെന്നും ഹവ്വയോടും ആദാം പറഞ്ഞിരുന്നു. ഓരോരുത്തരുടെ പേരിട്ടത് അവരുടെ സ്വഭാവം വെച്ചാണെന്നുള്ളതാണ് കറക്റ്റ് അതിൻ്റെ മർമ്മം. അപ്പം ഇവനാണ്, ഉപായിയായവനാണ് വന്നൊരു കാര്യം പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ തള്ളിക്കളയണമായിരുന്നു.
കൂടുതലൊന്നും ചിന്തിക്കാൻ പോകണ്ട. അതുകൊണ്ട് കർത്താവ് പറയുന്നു, കള്ളപ്രവാചകൻ വന്നാൽ കൂടുതൽ ദൂതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട, അവനെ ഒന്ന് വിവേചിച്ചേ. അവൻ്റെ ഫലം എങ്ങനെയാണ് നോക്കിക്കേ. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിങ്ങ വരികയില, ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും കിട്ടുകയില്ല. അപ്പോൾ ഇവൻ്റെ ഫലം ഒന്ന് നോക്കിക്കേ. നല്ല വൃക്ഷമാണെങ്കിൽ ആകാത്ത ഫലം വരികയില്ല, വിശ്വസിക്കാം. അപ്പോൾ അവിടെ അവർ തോറ്റുപോയി. ഇനി എസ്രയിലേക്ക് വന്നാലോ. എസ്രായുടെ പുസ്തകത്തിൽ ആലയം പണിക്ക് അവരാദ്യം നയത്തിലാവുന്നത്. ഞങ്ങൾ നിങ്ങളുടെ പണിയാൻ കേട്ടോ, ഞങ്ങളും വിശ്വാസികളാണ്, ഞങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി എളുപ്പമാകും. മാത്രമല്ല, ഞങ്ങളിവിടെ വന്ന കാലം തൊട്ട് നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കുന്നുണ്ട്, വിശ്വസിക്കരുത്. അങ്ങനെ ആളെ കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആരാധന ദൈവത്തിനാണ്, ആലയം ദൈവത്തിനാണ്. അത് ദൈവത്തിൻ്റെ ചട്ടപ്രകാരം നിന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നമുക്ക് വേണ്ടത് മന്ദിരമാണ്, ഒരു ബിൽഡിംഗ് അല്ല. ശലോമോൻ ആലയം പണിത് കഴിഞ്ഞപ്പോൾ ദൈവം അംഗീകരിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം ഇറങ്ങിയത്. മോശെ തിരുനിവാസം പണിത് കഴിഞ്ഞപ്പോൾ ദൈവം അംഗീകരിച്ചത് കൊണ്ടാണ് സാന്നിധ്യം വന്നത്. അപ്പോൾ മന്ദിരം നമ്മുടെ ശരീരം, സഭ, കൂട്ടായ്മ. അവിടെ അതിന് യോജിക്കാത്ത ആൾക്കാരുമായിട്ട് നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല. ഇവരുള്ള കാര്യം പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞപ്പോൾ അവരുടെ തനി സ്വഭാവം പുറപ്പെട്ടു. എതിർപ്പ്, ഭീഷണി, പേടിപ്പിക്കൽ, പണി മുടക്കാനുള്ള കാര്യങ്ങൾ അവർ നോക്കുന്നു. കണ്ടോ? നെഹമ്യാവിലോട്ട് വന്നാലോ, നിന്ദിക്കുക, പരിഹസിക്കുക. ഇത് രണ്ടിലും വീണില്ലെങ്കിൽ പേടിപ്പിക്കുക. എസ്തറിലോട്ട് വന്നാലോ, അവിടെ ഹാമാനാണ് സാത്താൻ്റെ നിഴലായിട്ട് നിൽക്കുന്നത്. അവനെ ബഹുമാനിക്കണമെന്ന് പറയുക, നൂക്കം വയ്ക്കാൻ നോക്കുക, അടിമയാക്കാൻ നോക്കും. കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം. പക്ഷെ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തില്ല. ദൈവപ്രവൃത്തി നടക്കില്ല. പിശാചിനോട് കോംപ്രമൈസ് ചെയ്യുന്നത് നല്ലതല്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മൊർദെഖായി എതിർത്തു. ജഡത്തിന് കീഴടങ്ങാൻ മൊർദെഖായി കൂട്ടാക്കിയില്ല. ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം നെഹമ്യാവിലും എസ്രായിലും എസ്തേറിലും അവർ ജയിച്ചത് എങ്ങനെയാണ്? അവർ ധൈര്യത്താൽ ജയിച്ചു. ധൈര്യം എങ്ങനെയാണ്? വിശ്വാസത്താൽ വന്നു, പ്രാർത്ഥനയാൽ ജയിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അവർ പണി ചെയ്യുമ്പോഴും കുളിക്കുമ്പോൾ വരെയും ആയുധം ധരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശത്രുവുണ്ട്, ആ ഒരു ബോധമുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ഉഴപ്പുകയില്ല. പിശാച് ഒരുക്കുന്ന കെണികൾ അതെന്തോ ആട്ടെ, ലോകത്തിൻ്റെ എൻജോയ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കുകയില്ല. കാരണം ഒരുത്തൻ പാത്ത് നിൽപ്പുണ്ടെന്ന് അറിവ് കിട്ടിയല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പരീക്ഷയോടുകൂടെ പോക്കുവഴി ദൈവം ഒരുക്കും എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഉപവസിക്കാൻ തയ്യാറാണെങ്കിൽ, ഭജനം ധ്യാനിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ശത്രുവിൻ്റെ സാന്നിധ്യം അവൻ മനസ്സിലാക്കി തരും. അവൻ്റെ പ്ലാനുകളെ നിന്നെ അറിയിച്ചു തരും. നിനക്ക് അവൻ്റെ പ്ലാൻ തകർക്കെന്ന് മാത്രമല്ല, അവൻ്റെ ഗോപുരങ്ങളെ അവരെ ഇടിച്ചു കളയാൻ ദൈവം ശക്തി തരും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അതും അവൻ്റെ ഒരു തന്ത്രമാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ധൈര്യമായിരിക്കും? ഫെയ്ത്ത് ഈസ് ദ കോൺഫിഡൻസ്. അപ്പം ആ കോൺഫിഡൻസ് കളയാൻ അവൻ നിങ്ങളുടെ ബലഹീനതകളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് തോൽപ്പിച്ചു. നീതി എന്ന മേലങ്കി നിങ്ങൾ ധരിച്ചിരിക്കണം. ആത്മീയ യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്. അതിൽ നീതി എന്ന മേലങ്കി, യേശു കർത്താവിൻ്റെ രക്തത്താൽ ഞാൻ നീതിമാനാണ്. ആലയത്തിനകത്ത് എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. എനിക്കൊരു വിഷയമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു അഡ്വക്കേറ്റ് ദൈവത്തിൻ്റെ വലത് ഭാഗത്തുണ്ട്. ആ ഒരു ധൈര്യം, ചങ്കൂറ്റം വേണം. കാരണം നെഞ്ചു വിരിച്ച് നിൽക്കണം. പേടിയുണ്ടെങ്കിലാണ് ഇവൻ്റെ ശക്തി കൂടുന്നത്. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ കർത്താവിൽ ആശ്രയിക്കും, ഞാൻ അവൻ്റെ വചനത്തിൽ പുകഴും. വചനം ധ്യാനിക്കുക, വചനം ഭക്ഷിക്കുക. അത് നിങ്ങളെ ബലവത്താക്കും, ശത്രുവിനേക്കാൾ ബലവാനാക്കും. അവൻ്റെ കോട്ടകളെ ഇടിക്കുക മാത്രമല്ല, നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ സഹായിക്കാനും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. സുവിശേഷ വേലയ്ക്കെതിരെ വരുന്ന ഭീഷണികൾ ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ പോയി. വചനത്തിൽ ധൈര്യം കണ്ടെത്തുക. ദൈവം വിഷയങ്ങളെ സഭയുടെ കാൽ കീഴാക്കും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞവൻ സഭയുടെ തലയായിട്ടുണ്ട്. കൺസേൺസ്, നിങ്ങളുടെ ഭാരങ്ങൾ അവനെ അറിയുക. അവനിടപെടും. ദൈവം സഹായിക്കട്ടെ, കൃപ നൽകട്ടെ, മാനിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ. ആമേൻ.